യോനായുടെ കഥ. അമിത്തായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുൾപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരായി വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർശീഷിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. അയാൾ ജോപ്പായിലെത്തി അവിടെ നിന്ന് താർശീഷിലേക്ക് കപ്പൽ കയറി. എന്നാൽ കർത്താവ് കടലിലേക്ക് വലിയൊരു കൊടുങ്കാറ്റയച്ചു. കപ്പൽ തകരുമെന്ന സ്ഥിതിയായി. തന്റെ ഒളിച്ചോട്ടമാണ് കൊടുങ്കാറ്റിന് കാരണമെന്ന് യോനായ്ക്ക് മനസ്സിലായി. ഞാൻ നിമിത്തമാണ് ഈ കൊടുങ്കാറ്റുണ്ടായതെന്നും എന്നെ അടുത്ത് കടലിലേക്ക് ഇറങ്ങിയാൽ കടൽ ശാന്തമാകുമെന്നും യോന കപ്പലിലുള്ളവരെ അറിയിച്ചു. മനസ്സോടെയാണെങ്കിലും അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അപ്പോൾ കടൽ ശാന്തമായി. കടലിൽ എറിയപ്പെട്ട യോനായെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. അവൻ 3 രാപ്പകൽ അതിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ടു. മത്സ്യം അവനെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുൾപ്പാടുണ്ടായി. അരുൾപ്പാടനുസരിച്ച് അവൻ നിനവേ നഗരത്തിലേക്ക് പോയി. അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. രാജാവ് ഉൾപ്പെടെ ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് ദൈവസന്നിധി ഉറക്കെ നിലവിളിച്ചു. അവർ എല്ലാവിധ ദുർമാർഗങ്ങളും ഉപേക്ഷിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴങ്ങി. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുവെന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ് തിന്മ അയച്ചില്ല. എന്നാൽ യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി. തന്റെ ജീവിതം എടുത്തുകൊള്ളാനെന്ന് കർത്താവിനോട് പറഞ്ഞു. നിനക്ക് കോപിക്കാൻ എന്ത് കാര്യമെന്ന് കർത്താവ് അവനോട് ചോദിച്ചു. യോന പുറത്തിറങ്ങി നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു കൂടാരം നിർമ്മിച്ചു. അവിടെ അവന് തണലും ആശ്വാസം നൽകുന്നതിനായി ദൈവം ഒരു ചെടി മുളപ്പിച്ചു. യോന അത് കണ്ട് അത്യധികം സന്തോഷിച്ചു. എന്നാൽ പിറ്റേന്ന് ദൈവം ഒരു പുഴുവിനെ അയച്ച് ആ ചെടിയെ നശിപ്പിച്ചു. തലയിൽ സൂര്യന്റെ ചൂടേറ്റ് യോന തളർന്നു. യോന ദൈവത്തോട് പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം യോനായോട് ചോദിച്ചു, ഈ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്ക് എന്ത് കാര്യം? ഈ ചെടി ഒരു രാത്രി കൊണ്ടത് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. ഇനി അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്ക് അതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000 പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ? രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്നോ ധരിച്ചു വെച്ചിരുന്ന ഇസ്രായേലിന്റെ ഇടുങ്ങിയ ചിന്താഗതിക്കുള്ള മറുപടിയാണ് യോനായുടെ കഥയിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ കാരുണ്യത്തിന് അതിരുകളില്ല. ഇസ്രായേലിനെ പോലെ തന്നെ എല്ലാ ജനതകൾക്കും അവിടുന്ന് മക്കളാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവനുമുള്ള മനുഷ്യർ നന്മയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.